തിരുപ്പതി പ്രസാദ ലഡുവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവം ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് VHPയുടെ തീരുമാനം. ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാലനത്തിനായി ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിക്കുമെന്നും തിരുപ്പതിയിൽ ചേർന്ന VHPയുടെ കേന്ദ്രീയ മാർഗദർശക് മണ്ഡൽ ആവശ്യപ്പെട്ടു. സംഭവങ്ങൾ വിവരിക്കാൻ വൈകിട്ട് 4 മണിക്ക് VHP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട് എത്രയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളാണ് YSR കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് കാണിക്കുന്ന തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ VHPയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ആവശ്യം കാണാതെ പോവുകയാണെങ്കിൽ VHPയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ദേവിക, തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടക്കം കണ്ടെത്തിയ സംഭവം അത് വളരെ ഗൗരവമായി തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം തിരുപ്പതിയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തിരുപ്പതിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ മാർഗദർശക് മണ്ഡൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലനവും മേൽനോട്ടവും ഒക്കെ തന്നെ ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിച്ച് അവർക്ക് കൈമാറണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ യോഗത്തിൽ പ്രത്യേകമായി ഉയർന്നത്. അതായത് ക്ഷേത്രങ്ങളുടെ ഭരണം അതേപോലെ തന്നെ പരിപാലനമൊക്കെ തന്നെ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. ക്ഷേത്രങ്ങളുടെ ശുദ്ധിയും പവിത്രതയും കാത്തു സൂക്ഷിക്കണം, അതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വിവിധ സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം മാനിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വിവിധ സർക്കാരുകളോട് ചൂണ്ടിക്കാണിച്ചത്. ഹിന്ദുമത വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണ ചുമതല ഹിന്ദുക്കളെ ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ യോഗത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. സന്യാസി സമൂഹം അതേപോലെ തന്നെ ഭക്തർ ഒക്കെ തന്നെ അടങ്ങിയ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും ഈ തിരുപ്പതി ലഡു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ തിരുപ്പതി സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യവും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാലാകാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ് ക്ഷേത്രങ്ങളുടെ ഭരണം, അതായത് നിലവിൽ സർക്കാരിന്റെ കൈവശമിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഭരണം, ആ ഭരണത്തിന്റെ ചുമതല അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പരിപാലന ചുമതല പൂർണ്ണമായും ഭക്തർക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വീണ്ടും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ തിരുപ്പതി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവം മുന്നോട്ട് വെക്കുന്നത്. അത് ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ആരംഭിക്കുവാനുള്ള നീക്കമാണ് VHP മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് കലാകാലങ്ങളായപ്പോൾ കേരളത്തിലെ ക്ഷേത്രത്തിലടക്കം കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലടക്കം വലിയ അഴിമതികളും കെടുകാര്യസ്ഥതകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നലെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് തിരുപ്പതി മാത്രമല്ല ഈ രാജ്യത്തെ മിക്ക സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലും സമാനമായ അവസ്ഥകളൊക്കെ തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് ഈ യോഗത്തിലുണ്ടായത്. സ്വാഭാവികമായും കേരളത്തിലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹൈന്ദവ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാമെന്നുള്ളതിന്റെ മകുടോദാഹരണമായിരുന്നു ശബരിമല എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രധാനമായും വിലയിരുത്തിയത്. ഇങ്ങനെ സർക്കാരിന്റെ കൈവശമിരിക്കുന്ന ക്ഷേത്രങ്ങൾ അത് പൂർണ്ണമായും വിശ്വാസി സമൂഹത്തിന് വിട്ടു നൽകണമെന്നുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിനായി സന്യാസി ശ്രേഷ്ഠന്മാരെയും അതേപോലെ തന്നെ ഭക്തജനങ്ങളെയും വിവിധ സംഘടനകളെയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക സമിതി വേണമെന്നുള്ള ആവശ്യവും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുന്നതാണ്. ശരി നന്ദൻ, ഇതിന്റെ വിശദാംശങ്ങൾ തുടർന്നും ഫോളോ ചെയ്യുക. കാര്യം ജനം TV അല്ലാതെ മറ്റൊരു മാധ്യമം കുറഞ്ഞപക്ഷം കേരളത്തിൽ ഇല്ല, മലയാളത്തിലും ഇല്ല ഈ വാർത്തകൾ പുറത്തുവിടാനായി, ജനങ്ങളെ അറിയിക്കാനായി.